ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം സാമ്പത്തികമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ജോലിയുണ്ട്, പക്ഷെ ശമ്പളം കുറവാണ്. ശമ്പളമുണ്ട്, കുറച്ചുകൂടി കിട്ടിയാൽ നമ്മുടെ കാര്യം റാഹത്താണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കുക നമ്മുടെ ജോലിയിൽ ഉള്ള ശമ്പളം വർദ്ധിക്കാൻ പ്രവാസികളായ സഹോദരങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ, നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായ ഒരു അറിവിനെ പറ്റിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 9ഓളം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ശമ്പളം ഉന്നതിയിലെത്തുകയും നിങ്ങളുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം മാറുന്നത് നിങ്ങൾക്ക് നേരിൽ കാണാം. നിങ്ങൾക്ക് വിചാരിക്കാത്ത മാർഗത്തിലൂടെ സമ്പത്ത് ഒഴുകിയെത്തുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച 9 മാർഗങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സ്വീകരിക്കട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി അൽഹംദുലില്ലാഹ് നിങ്ങളിലൂടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സഞ്ചരിക്കുകയാണ്. സ്വീകരിച്ചവർ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രയാസ പ്രതിസന്ധി എന്നുള്ളത് സാമ്പത്തികമാണ്, അല്ലേ? സമ്പത്തുണ്ടെങ്കിലാണ് എല്ലാം ഉള്ളൂ എന്നൊരു ധാരണയായി എന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുക. സമ്പത്തുണ്ടോ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. വാപ്പായും ഉണ്ട്, ഉമ്മായും ഉണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഉറ്റവരുണ്ട്, കൂട്ടുകാരുണ്ട്. ഏത് പാതിരാത്രി വിളിച്ചാലും ഇറങ്ങി വരാൻ ആളുണ്ട്. സമ്പത്തില്ലേ, വീണ് കിടന്നാൽ ഒരൊറ്റ പടപ്പ് കൂടപ്പറപ്പ് പോലും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് വെച്ച് സ്നേഹബന്ധങ്ങളെ അളവുകോലാക്കി നിശ്ചയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജോലിയുണ്ട്, പക്ഷെ ശമ്പളം കുറവാണ്. ശമ്പളമുണ്ട്, ജോലിയുമുണ്ട്, ശമ്പളവുമുണ്ട്, പക്ഷെ ഒന്നിനും തികയുന്നില്ല എന്ന പരാതിയും പരിഭവവുമാണ് നമ്മിൽ പലർക്കുമുള്ളത്. കടമാണ് ഉസ്താദേ, നിങ്ങൾ വീടാൻ വേണ്ടി ദ്വാരക്കണം, സാമ്പത്തിക ശേഷി കുറവാണ്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക സമ്പത്ത് അധികരിപ്പിക്കാൻ, ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് കിട്ടാൻ, നമ്മുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ, ശമ്പള വർധനവിന് വേണ്ടിയുള്ള ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഴയതുപോലെയൊന്നുമല്ല. ഇന്ന് പഴയ സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പോകാം. സ്ത്രീകൾ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുന്നു, അടുക്കളയിൽ മാത്രം അവര് കഴിവുള്ളവരാണ്, അവർക്ക് പ്രസവിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെയുള്ള വാദമൊന്നും ഇസ്ലാമിനില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാർക്കും ജോലിക്ക് പോകാം, സഹോദരിമാർക്കും തൊഴിലെടുക്കാം. പക്ഷെ എങ്ങനെയായിരിക്കണം? ഇസ്ലാമിന്റെ വിധിവിലകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം, ഹലാലായ സമ്പാദ്യമായിരിക്കണം. അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്ന് ആ ഒരു വേഷവിധാനത്തോടു കൂടിയായിരിക്കണം ജോലിക്ക് പോകേണ്ടത്. ഹലാലായ സമ്പത്ത് ഒരാൾ, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, സഹോദരി സംബന്ധിച്ചിടത്തോളം പർദ്ദയിടുന്നു, നിഖാബിടുന്നു, വേഷവിധാനങ്ങൾക്ക് ധരിക്കുന്നു, പോകുന്നത് പലിശയുമായി ബന്ധപ്പെടുന്ന ബാങ്ക് സ്ഥാപനങ്ങളിലേക്കാണ്. ആ ജോലി എങ്ങനെയാണ് ഹലാലാവുക? ഞാൻ അതിലേക്കൊന്നും കിടക്കണില്ല. സ്ത്രീകൾ ജോലിക്ക് പോകാവോ? അത് പോകാം. എങ്ങനെ പോകാം? ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാം. അവർക്ക് വേണ്ടുന്ന സമ്പത്ത് അവർക്ക് സമ്പാദിക്കാം. അതിന് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ഞാൻ അവസരോചിതമായി പറഞ്ഞു വെഞ്ഞു മാത്രം. അപ്പൊ ജോലിയുണ്ട്, സാലറി ഇല്ല. പക്ഷെ ജോലിയുമുണ്ട്, സാലറിയും ഉണ്ട്, ഒന്നിനും തികയുന്നില്ല. അങ്ങനെ വലിയ പരാതിയും പരിഭവവുമായുള്ളവർക്ക് വലിയൊരു പരിഹാരം, ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ വലിയൊരു എന്താ പറയുക, ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലെ വലിയ ഒരു ആശ്വാസമാണ് ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് പ്രവാസികൾ പലരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഉമ്മമാര് പലതും ഉസ്താദേ അറുബാബ് പൈസ കൊടുക്കണില്ല, മോളാളി കടയിൽ ശമ്പളം കൂട്ടണില്ല, ചോദിച്ചു മടുത്തു, ഇന്നും ആ ശമ്പളത്തിനാ ജോലി ചെയ്യണേ, ഒന്നും ആവുന്നില്ല ഉസ്താദേ, നിങ്ങളൊന്ന് ദ്വാരക്കിൻ എന്ന് പലരും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധിച്ചോളി. നമ്മളൊരു 9 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 9 കാര്യങ്ങൾ. ഒന്നാമത്തത് വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ. ഒന്നാമത്തത് നമസ്കാരം കൃത്യമാക്കുക. അള്ളയാണല്ലോ എല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പൊ റബ്ബിന്റെ ഹക്ക് നമ്മൾ വീട്ടണം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറിയിരിക്കണം. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പവിത്രമായത്, ഏറ്റവും പുണ്യമായത് അസ്വലാ, നമസ്കാരമാണ്. ഈ ദുനിയാവിൽ അള്ളാഹു അവനെ വിചാരങ്ങൾ, അള്ളാഹു അവന് എല്ലാവിധ സമ്പത്തും അവന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നത് അള്ളാഹിന് നന്ദി ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ്. അള്ളാഹിന് നന്ദി ചെയ്യലാണ് സുജൂദ്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ
ബറക്കത്തില്ല, റാഹത്തില്ല, സന്തോഷമില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് നമസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നവരാവുക. പ്രത്യേകിച്ച് സുബഹി ജമാഅത്തോടുകൂടി തന്നെ ഖളാ ആകാതെ നമ്മൾ നമസ്കരിക്കണം. സുബഹിന്റെ സമയത്താണ് നമ്മുടെ റിസ്ക് അന്നത്തെ ദിവസത്തിൽ എഴുതപ്പെടുക. അത് നമുക്ക് തടയപ്പെടാൻ പാടില്ല, അത് നഷ്ടമാകാൻ പാടില്ല. അങ്ങനെ എല്ലാ വഖത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കുക. അങ്ങനെ ഒന്നാമത് നിസ്കാരം കൃത്യമാക്കുക. രണ്ടാമത്തത് നമസ്കാരം കഴിഞ്ഞ് 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ആയത്തുൽ കുർസി ഓതും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ നമ്മൾ ദുആയൊക്കെ ചൊല്ലും. ഇതിന് ശേഷം നമ്മൾ ചൊല്ലാനുള്ള ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും ഇസ്തിഗ്ഫാറുകളും എല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് 100 വട്ടം. അല്ലാഹുവേ, എല്ലാ വാതിലുകളും തുറക്കുന്നവൻ നീയാണ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് 100 വട്ടം ചൊല്ലുക. അത് ചൊല്ലിയതിനു ശേഷം യാ മലിക്കു യാ അല്ലാഹ്, പടച്ചവനെ നീയാണ് അധികാരമുള്ളവനല്ലാ, യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ് 100 വട്ടം ചൊല്ലുക. അത് കഴിഞ്ഞ് നമുക്ക് ഏവർക്കും സുപരിചിതമായ യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് 129, 129. ബാക്കി 2 ഇസ്മുകളും 100 വട്ടം, യാ ലത്തീഫ് 129 വട്ടം ചൊല്ലുക. 2 ആയില്ലേ? ഇനി മൂന്നാമത്തെ വഴി, സുബഹിക്ക് ശേഷം സൂറത്തുൽ ബലദ്. നമുക്കറിയാം ഖുർആനിലെ സൂറത്തുൽ ബലദ് എന്ന് പറയുന്ന സൂറത്തുണ്ട്. ആ സൂറത്തുൽ ബലദ് നമ്മൾ പാരായണം ചെയ്യുക. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ബലദ് എന്നാണ് ആ സൂറത്തിന്റെ പേര്. അത് നമ്മൾ പാരായണം ചെയ്യുക. നാലാമത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും ഒരു 100 വട്ടം പതിവാക്കുക. എല്ലാ ദിവസവും ലാ ഹൗല ലേഖ്യം കഴിച്ചാൽ പിന്നെ സമ്പത്തിന് എങ്കും പോണ്ടെന്നാണ്. അതൊരു ലേഹ്യമാണെന്നാണ് മഹാരഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ലേഹ്യം ഉറപ്പാണ്. അപ്പൊ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അടുക്കള നിൽക്കുമ്പോൾ ചൊല്ലാം. സുബഹി നിസ്കാരം അടുക്കള ജോലി ചെയ്യാണ്, അപ്പൊ ഒരു 100 വട്ടം ചൊല്ലിക്കോളിൻ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് 100 വട്ടം ചൊല്ലിക്കോളിൻ. വളരെ പുണ്യമാണ്. അപ്പൊ എത്ര എണ്ണായി? ഓർമ്മയുണ്ട? 4 എണ്ണായി. അഞ്ചാമത്തത് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലുന്നത് ഓതുന്നതുമായ സൂറത്താണ് സൂറത്തുൽ വാഖിയ. അത് മുടക്കരുത്. സൂറത്തുൽ വാഖിയ നമ്മൾ കൃത്യമായി ഓതുന്നവരാവുക. അപ്പൊ എത്ര എണ്ണായി? 5 എണ്ണായി. ഞാൻ വേഗം പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വിശദീകരിക്കുന്നില്ല. ആറാമത്തത് തൗബയുടെ അവസാനത്തെ ആയത്ത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന തൗബയുടെ അവസാനത്തെ 2 ആയത്ത് 41 വട്ടം എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതി. ഒരു ദിവസത്തെ ചൊല്ലണമെന്നേ ഉള്ളൂ, ഇന്ന സമയത്താകണമെന്നില്ല. പകലിൽ ചൊല്ലാം, രാത്രി ചൊല്ലാം. 41 വട്ടം ഒരു ദിവസം പൂർത്തിയാക്കുക. ഏഴാമത്തത് സ്വലാത്തുൽ താജ് ഒരു ദിവസം നമ്മൾ ചൊല്ലിയിരിക്കണം. അത് രാത്രി ചൊല്ലാം, പകലും ചൊല്ലാം. എല്ലാ ദിവസവും ഒരെണ്ണം ചൊല്ലിയാൽ മതി, ഒരേ ഒരു വട്ടം. ഏതാണ്? താജു സ്വലാത്ത്. ഉസ്താദ് അങ്ങനെ ഒരു സ്വലാത്തുണ്ടോ? സ്വലാത്തുണ്ട്. ഈ പറഞ്ഞ സൂറത്തുകളും ആയത്തുകളും അതുപോലെ ഇസ്മകളൊക്കെ അറിയാം. സ്വലാത്തു താജ് നമുക്കറിയില്ലല്ലോ. അതാണ് സ്ക്രീനിൽ കാണുന്നത്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേട്ടോളിൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാഹിബിത് താജി വൽ മിഅ്റാജി വൽ ബുറാഖി വൽ അലം دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منكوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم الشفيع الأمم صاحب جود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمئراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوب والمطلوب مقصود والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله
യാ അയ്യുഹൽ മുസ്താഖൂൻ ബിനൂരി ജമാലി സല്ലു അലൈഹി വആലിഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിമു തസ്ലീമാ. ഉസ്താദേ, ഇത് വലുതല്ലേ? വലുതൊന്നുമല്ല. ഈ സ്വലാത്തു താജ് ഒരുപാട് അത്ഭുതം. മറ്റൊരു വീഡിയോയിൽ സ്വലാത്തു താജിന്റെ മഹത്വം നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ചൊല്ലാനുള്ള സ്വലാത്തു താജാണ്. അതോടൊപ്പം ഇസ്തിഗ്ഫാർ, 8-ാമതും ശ്രദ്ധിക്കാനുള്ളത് ഇസ്തിഗ്ഫാറുകളും ഖുർആൻ പാരായണങ്ങളും പതിവാക്കണം. ഖുർആൻ പറഞ്ഞ എന്താ? ലൈൻ ശക്കറത്തും ലസീദന്നക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി നന്ദി ചെയ്യും. ഖുർആൻ മുതൽ നന്ദി ചെയ്യലാണ്. ഇസ്തിഗ്ഫാർ നന്ദി ചെയ്യലാണ്. അള്ളാഹുവിലേക്ക് പാപങ്ങൾ ഏറ്റുപറയലാണ്. അത് നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരാം. ഇസ്തിഗ്ഫാർ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 100 ഇസ്തിഗ്ഫാർ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ എല്ലാ ദിവസവും മഗ്രിബോട് അടുത്ത സമയത്ത് നമ്മളൊരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. ചില ദിക്റുകളൊക്കെ ചൊല്ലാറുണ്ട്. മുടങ്ങാതെ അൽഹംദുലില്ലാ അത് ചൊല്ലുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 8-ാമത്തത് ഇസ്തിഗ്ഫാറുകളും ദുആകളും ഖുർആനുകളും നമ്മൾ എന്ത് ചെയ്യുക? പതിവാക്കുന്നവരാവുക. 9-ാമതും ശ്രദ്ധിക്കാനുള്ള കാര്യം ഏറ്റവും വലുത് മാതാപിതാക്കളുടെ പൊരുത്തമുള്ളവരാവുക. നമുക്കറിയാം, ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ലോകത്തിലെ കോടീശ്വരന്മാരിൽ ഒരാൾ നമ്മുടെ മലയാളിയായ MA യൂസുഫ് അലി സാർ. അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളും അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. ഉമ്മയെ, മാതാപിതാക്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലേ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വസ്ത്രം ഇപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഇട്ടിരുന്ന വസ്ത്രങ്ങൾ. ഉമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ലഹരിയായിരുന്നു, വല്ലാത്തൊരു പൊരുത്തായിരുന്നു. മാതാപിതാക്കൾ അദ്ദേഹത്തിന് വല്ലാത്ത സൗഭാഗ്യങ്ങളാണ് എന്ന് എപ്പോഴും അദ്ദേഹം, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എൻ്റെ സമ്പത്താണെന്നല്ല, എൻ്റെ മാതാപിതാക്കൾ ചെയ്ത സുഹൃതങ്ങളാണ് എന്ന് എപ്പോഴും അദ്ദേഹം പറയും. മാതാപിതാക്കളുടെ പൊരുത്തം അതൊരു മനുഷ്യനെ ഉന്നതിയിലെത്തിക്കും. അങ്ങനെയാണ് മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് നന്മയിലേക്കും മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് തിന്മയിലേക്കും വഴികേടിലേക്കും അള്ളാഹു നമ്മെ നയിക്കുമെന്ന് ചരിത്രങ്ങൾ ഒരുപാട് നാം പറയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 9 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യും? സമ്പത്ത് വർദ്ധിക്കും, സാലറി വർദ്ധിക്കും, കടങ്ങൾ മാറും, സാമ്പത്തിക ഭദ്രതയുണ്ടാകുമെന്ന് മഹാനതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമ്പത്ത് അത് അധികമാകുമ്പോൾ പടച്ചോനെ മറക്കുന്നവരാകാൻ പാടില്ല. നമ്മുടെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായി, അള്ളാഹുവിന്റെ ദീനിനായി കൊടുക്കുന്നവരായി, നമുക്ക് കടങ്ങളില്ലാത്തവരായി മാറാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ ഉപകാരപ്രദമാകുന്ന വീഡിയോയാണ്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. രാവിലെ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വൈകുന്നേരം മഗ്‌രിബോട് അടുത്ത സമയത്ത് ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളുമായി അൽഹംദുലില്ലാഹ് ഒരു വീഡിയോ. അങ്ങനെ ദിവസം 2 വീഡിയോയിലാണ് നിങ്ങളിലേക്ക് എത്തിക്കപ്പെടുക. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരമെന്ന ആത്മീയ മജ്‌ലിസ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും തിബ്ബുസ് സ്വലാത്തും അതുപോലെ ഹദ്ദാദ് റാത്തീബൊക്കെയായി 1.5 മണിക്കൂർ ആയിരങ്ങൾ സംഗമിച്ച് ദുആ ചെയ്യുന്ന അത്ഭുതത്തിന്റെ മജ്‌ലിസ്, ബദരീങ്ങളുടെ പേര് നടത്തപ്പെടുന്ന ബദറിൻ തീരം എന്ന മജ്‌ലിസ്. അൽഹംദുലില്ലാഹ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ ചാനലിന്റെ ലിങ്ക് ബദറിൻ തീരം ലൈവ് എന്നാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിലേക്കും സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആരക്കാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.